ഇല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് 18 വയസ്സുള്ളപ്പോഴായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ പടം ഇറങ്ങുമ്പോൾ 20 വയസ്സായി. 20 അപ്പൊ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പടം റിലീസ് ചെയ്യാൻ. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ആ ജേണിയിലാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാനാണെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇന്റർനാഷണൽ രീതിയിലാണ് ആ സോങ് വൈറലായതല്ല. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് നമ്മളിൽ കൂടെ നിൽക്കുന്ന ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനും ഗൈഡൻസ് തരാനും ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കൂടെ നമുക്കുള്ള നോളേജ് വെച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ മാക്സിമം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ തലയിൽ നിന്ന് ഓരോന്നും പറയുമ്പോൾ ഞാൻ ആലോചിക്കുക, ഓ ഓക്കെ, ഞാൻ നോക്കണം അല്ലേ. ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ ഒരു കാലത്ത് നമ്മുടെ മനസ്സിലൊക്കെ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്. പലരുടെയും ഹാർട്ട് ത്രോബാണ്. എൻ്റെ കൂടെയുള്ളത് റോഷനാണ്. റോഷൻ, വെൽക്കം ടു ദ ഷോ. വെൽക്കം ടു അഹല്യ എഫ് എം. താങ്ക് യു. എന്താണ് വിശേഷങ്ങൾ? എങ്ങനെ പോണു ലൈഫ്? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഞാനേ കുറേ കമൻസ് കണ്ടു കേട്ടോ. അതായത് എല്ലാ റോഷൻ എന്തൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ വന്നിട്ട് ലോങ് ടൈം നോ സീ, എവിടെയാണ് റോഷൻ? റോഷനെ കാണാനേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നു. എന്താ അങ്ങനെ ചോദിക്കുന്നവരോട് പറയാനുള്ളത്? എവിടെയാണെന്ന് ചോദിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വേണം പോയിട്ടുള്ള. ആഹാഹാ. ഈ അഡാറ് ലവ് ആണ് നമുക്ക് റോഷനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമ. റോഷൻ എന്ന ക്യാരക്ടർ. പിന്നെ അതിനുശേഷം ചെയ്ത 2 സിനിമകൾ. എൽഎൽബി എന്ന സിനിമ, അതുപോലെ അനന്തപുരം ഡയറീസ് എന്ന സിനിമ. അതിലൊരു സിനിമയിൽ വീണ്ടും റോഷൻ എന്ന പേര്. പിന്നെ ഇപ്പോ റോന്ത് എന്ന ഷാഹിദ് കബീറിന്റെ സിനിമയിലും റോഷൻ എന്നാണ് പേര്. അവ അതെന്തുകൊണ്ടാ അങ്ങനെ? അവ ഷാഹിക്ക് ഇട്ട പേരാണ് റോഷൻ ഇടാന്ന് പറഞ്ഞ്. അപ്പൊ ഏഹ്, ആ ക്യാരക്ടർ ആക്ച്വലി ബിൽഡ് ചെയ്തത് അവിടെ സെറ്റിൽ ഇരുന്നിട്ട് അപ്പൊ തന്നെ ഷാഹിക്ക ബിൽഡ് ചെയ്തതാണ്. അതിന് ബ്രീഫും ഒന്നും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു ഷാഹിക്ക് എന്താ ചെയ്യണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഒന്നും ചെയ്യണ്ട, നീ ജസ്റ്റ് നിന്നാൽ മതി, നീ ആയിട്ട് നിന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് അപ്പം ഇരുന്നിട്ടാണ് ഫുള്ള് ഡയലോഗ്സും കുറച്ച് സീനുകളോ വലിയ സീനൊന്നുമില്ല, പക്ഷെ ഉള്ള സീൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷായിക്ക് ബിൽഡ് ചെയ്തെടുത്ത സീനാണ്. അപ്പോൾ പുള്ളി ഇട്ട് കൊടുത്ത പേരാണ് റോഷൻ. അതൊരു അപ്പോൾ ഞാൻ മുന്നേയുള്ള ആ സിനിമയിലും റോഷൻ എന്ന പേര്, ഫസ്റ്റ് നമ്മുടെ ഡെബ്യൂ സിനിമയിലും റോഷൻ എന്ന പേര്. അപ്പൊ അത് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താ അങ്ങനെയെന്ന്? ഇല്ല, ഞാനങ്ങനെ ആലോചിച്ചില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ അവരുടെ കോളാണ്, ഞാൻ അതിൽ ഇടപെടാറില്ല. അവരാണ് പേരിടുന്നതൊക്കെ. അപ്പോൾ നമ്മളതിനിടെ എന്നിട്ട് ചോദിക്കും എൻ്റെ പേര് ആദ്യത്തെ പടത്തിൽ റോഷൻ, വീണ്ടും റോഷൻ, എന്നിട്ട് അത് ഇച്ചിരി ഹൊറല്ലേ. അതുകൊണ്ട് ചോദിക്കാറില്ല അല്ലേ? ഇല്ല, പക്ഷെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്കത് തോന്നി. അതെന്താ അപ്പൊ അങ്ങനെ എന്നിങ്ങനെ തോന്നി. അതാണ് ഞാൻ എനിക്ക് ചോദിച്ചത്. തോന്നി അത്, പക്ഷെ കുഴപ്പമില്ല, നല്ലതല്ലേ. അല്ല, നമ്മളതിൽ ഇടപെടുന്നില്ല. പക്ഷെ എന്നാലും അതെന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിക്കാൻ. പിന്നെ അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡാൻസാണ് പാഷൻ. ഡാൻസിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് മൊമെന്റ്? ടു ആക്ടിങ് എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെന്റ് ഇല്ലേ? അതെപ്പോഴായിരുന്നു? അതെനിക്ക് അടർലോ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് തോന്നിയത്. ഞാൻ ആദ്യം ഡിഫോ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വന്നത്. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം ഈ മീഡിയ എന്ന എക്സ്പോഷറിലോട്ട് വരുന്നത്. ആഹ്, ആ ഒരു ചാനലിലൂടെയാണ്, മഴവിൽ മനോരമ. അപ്പോൾ അത് കാണുന്നത് നമുക്കറിയാലോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അഡാർ ലവിൻ്റെ ഓഡീഷൻ വന്നത്. അങ്ങനെ ഓഡിഷൻ കൊടുത്തിട്ട് സിനിമയിലോട്ട് വന്ന്. അപ്പോൾ സിനിമയിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഈ ക്രാഫ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല. ആകെ എനിക്കറിയാവുന്നത് ഈ ഒരു എക്സ്പോഷർ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ചെറുപ്പം മുതലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ, അതായത് ഞാൻ ഞാൻ ജനിച്ചത് അബുദാബിയിലായിരുന്നു. പക്ഷേ റാസൽ കെയ്മിൽ കുറച്ച് കാലം നിന്നിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഫിലിം ഷൂട്ട് ചെയ്യും. ഒരു ഹാഫ് ആൻ അവർ ഫിലിമൊക്കെ നമ്മൾ ചുമ്മാ ഷൂട്ട് ചെയ്യും. നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യും. ഞങ്ങളുടെ ബ്രദേഴ്സും എൻ്റെ എനിക്ക് ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ എൻ്റെ എൽഡർ ബ്രദറുണ്ട്. പുള്ളിക്ക് ഭയങ്കര ഭ്രാന്താ സിനിമ അറിഞ്ഞു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ടിങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്യും. ഭീതി ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും സിബ്ലിങ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫിലിമൊക്കെ ചെറുപ്പത്തിൽ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ അന്ന് 5 പഠിക്കുമ്പോൾ. അപ്പോൾ ഇക്കയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓഡിഷൻ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഓഡിഷൻ ട്രൈ ചെയ്തുകൂടാ? അങ്ങനെ ട്രൈ ചെയ്ത് സിനിമ വന്ന് അഡാർ ലവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തു, ഓക്കെ, ദിസ് ഈസ് സംതിങ് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കുള്ള സംഭവമാണ്. അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് ഇറ്റ്.
'അഡാർ ലവ്' പോലൊരു സിനിമയും റോഷൻ എന്ന ഒരു ക്യാരക്ടറും ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയും ക്യാരക്ടറുമാണ്. അപ്പോൾ അത് അത്രത്തോളം സ്പെഷ്യലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈവൻ റീസെന്റ് ആയിട്ട് ഇട്ട ആ ഒരു പിന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോലും 'അഡാർ ലവിന്റെ' സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു. ഈ ഏതിലായിരുന്നു? റീസെന്റ് ആയിട്ട് റോന്തിന്റെ പ്രൊമോഷനിൽ ഇട്ടിട്ടുള്ള അപ്പോൾ ഞാനത് കുറേ കമന്റ്സ് നോക്കി. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ സ്റ്റിൽ ഒരു എന്താ പറയാ, സ്റ്റിൽ നമ്മൾ ആ ഒരു പുറകിലേക്ക് പോകുന്നുണ്ട് ആളുകള്. 'അഡാർ ലവിനെ' കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് ചെയ്യുമ്പോ എത്രയായിരുന്നു വയസ്സ്? എത്ര വയസ്സുള്ള സമയത്താ ചെയ്തത്? എനിക്ക് 18 വയസ്സുള്ളപ്പോഴായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ പടം ഇറങ്ങുമ്പോൾ 20 വയസ്സായി. അപ്പോൾ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പടം റിലീസ് ചെയ്യാൻ. അപ്പോൾ ആ 18 വയസ്സാകുമ്പോഴാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിങ്ങിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെയാണ് സീന് ചെയ്യണം, സീന് ചെയ്യുന്നു, നമ്മൾ പോകുന്നു, പിന്നെ അത് ഹിറ്റാവുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാനാണ് അതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇന്റർനാഷണൽ രീതിയിലാണ് ആ സോങ് വൈറലായതെല്ലാം. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് നമ്മളിൽ കൂടെ നിൽക്കുന്ന ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനും ഗൈഡൻസ് തരാനും ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കൂടെ നമുക്കുള്ള നോളേജ് വെച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ മാക്സിമം യുനോ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയ. ചെയ്യാൻ പറ്റിയ. പിന്നെ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി അതിനുശേഷം അതിന്റെ ഒരു ക്ലൈമാക്സ് മാറ്റുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് അതൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഈ ഒരു 'അഡാർ ലവ്'. സിനിമ ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പ്രീ ഷൂട്ട് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പുതിയ സിനിമയിലെല്ലാം എല്ലാ അനുഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അതായത് ആ സമയത്ത് എനിക്കും ഈ ഒരു 18, 17 ആ ഒരു പ്രായം തന്നെയാണ്. അപ്പോൾ ഒരേ പ്രായക്കാരാണ്. ഒരേ പ്രായക്കാരാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ വരുന്ന നെഗറ്റീവ് കമൻസില്ലേ, വല്ലാതെയുള്ളൊരു നെഗറ്റീവ് കമൻസ്. നമ്മൾ ആ കമൻസ് നോക്കണ്ട, അത് അതിൻ്റെ വഴിയിൽ വിട്ടാലും മതി. പക്ഷേ അന്നത്തെ ആ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എന്താ പറയുക, നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരാനുള്ളൊരു ചാൻസ് ഉള്ളൊരു പ്രായം കൂടിയാണ്. ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി ഒക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ റിയലൈസ് ചെയ്യാണ്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കോളും. സിനിമയാണ്. പാർട്ട് ഓഫ് ദ സിനിമയാണ് ഈ ട്രോൾസും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത്. പക്ഷെ റോഷനെ സംബന്ധിച്ച് റോഷൻ അന്ന് മുതൽ ഈ കമൻസിനോടും എങ്ങനെയുള്ള കമൻസ് വന്നാലും ട്രോൾസ് വന്നാലും അതിനോടൊക്കെ ഒരു പോസിറ്റീവ് വേയിലാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഞാൻ അപ്പോൾ ആ റെസ്പോണ്ട് 18 വയസ്സിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. 18 വയസ്സിലല്ല, റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ളൊരു മെച്യൂരിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലൈക്ക് അതും ഒരു മെച്യൂരിറ്റി ആണല്ലോ. ഞാൻ പറഞ്ഞത് അന്ന് നമ്മൾ ഈ 18 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനോടും പ്രതികരിക്കുന്ന ഒരു പ്രായമാണ്. സാധാരണ നമ്മൾ ഈ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അന്നേ അങ്ങനെ ഒരു മെച്യൂരിറ്റി ഉള്ള ആളാണ് റോഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും തെറ്റും മെച്യൂരിറ്റി ഒന്നുമില്ല, അങ്ങനൊന്നും പറയല്ലേ. മെച്യൂരിറ്റി ഒന്നും പറയല്ല. നമ്മളൊരു ലൈം ലൈറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടും എന്നതൊരു സംഭവമുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലൂടെ ഇറങ്ങിയാൽ മതി. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. നല്ല രീതിയിലുണ്ട്, ചീത്ത രീതിയിലുണ്ട്. നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ചീത്ത രീതിയിലാണെന്നുണ്ടെങ്കിലും കൂടെ നിങ്ങൾക്ക് അതിൽ പോയിന്റ് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ അതിൽ നിന്ന് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിന്റ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് പ്രശ്നം. അത് അക്നോളജ് ചെയ്ത് വിടുന്ന പ്രശ്നം തന്നെ. ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്തുകൊണ്ടാണ്? അപ്പോൾ സിനിമ ട്രൈ ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാത്തത് കൊണ്ടാണോ? അതോ എന്തുകൊണ്ടാണ്? ഒരു 2024ലാണ് അടുത്തൊരു സിനിമ റോഷന് വന്നത് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാണെന്നോ, അത് വലിയ കഥ. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പെട്ടെന്ന് അറിയോ? ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം കൊറോണ ഇതിൽ പോയി. പിന്നെ എനിക്ക് അതിന് ശേഷം വന്ന പ്രോജക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലത്തെയായിരുന്നു. സ്കൂൾ പശ്ചാത്തലം, സ്കൂൾ ക്യാരക്ടർ, ലവ് സ്റ്റോറി ഒക്കെ ആ ഒരു ചെയ്തിട്ടുള്ള പോലത്തതായതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെത്ര പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് റൈറ്റായിട്ട് ഡയറക്ഷനിൽ പോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എത്ര പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതിലല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനെടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റിനെ എങ്ങനെ നന്നാക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലി ഉള്ള സമയം. കാരണം ഞാൻ എന്താണെന്ന് തിരിച്ചറിയാത്ത സമയത്താണ് എനിക്ക് സിനിമ വന്നതും ഇത്രയും എക്സ്പോഷർ വന്നത്. പിറ്റേ ദിവസം ഇരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ നികേഷിന് മുന്നിലാണ് ഇരിക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് പോയിട്ട് അവിടെ പോയി പറയാ, പാട്ട് ഹിറ്റായി അങ്ങനെയൊക്കെ ചെയ്ത് അതിൽ ഒരു സെൻസിലല്ലോ പറയുന്നതിന്. അപ്പോൾ അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല
ഞാനിപ്പോഴും ആ ജേർണിയിലാണ്. അല്ലെ ഈ ജേർണിയിൽ പിന്നെ എവിടുന്നാണ് ഇങ്ങനെയുള്ള ഇപ്പോൾ ഓരോ റെസ്പോൺസും റോഷൻ പറയുമ്പോഴത്തേക്കും അതൊക്കെ വലിയ വലിയ ഇൻസൈറ്റ് പോലെ അല്ലെങ്കിൽ വലിയ ആളുകൾ സംസാരിക്കുന്ന പോലത്തെ അങ്ങനൊന്നും കാര്യങ്ങൾ തോന്നിപ്പോകുന്നു. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണോ? ഇല്ലില്ല, ഒരു പുസ്തകം ഞാൻ മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല ഇതുവരെ. സിനിമകളിൽ നിന്നാണോ ഇങ്ങനെയുള്ള ഇൻസൈറ്റ്? അതോ അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ നമ്മുടെ വിൻസെന്റ് ഭാവന ചേട്ടൻ പറയുന്ന പോലെ അനുഭവങ്ങളാണോ? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതുപോലെ എനിക്കറിയില്ല. അനുഭവങ്ങളിൽ നിന്നായിരിക്കോ കിട്ടുന്നത്? അറിയില്ല. അറ്റ് ദ മൊമെന്റ് ഇങ്ങനെ സംഭവിക്കുന്നു. അറിയില്ല. അനുഭവങ്ങളായിരിക്കാം ചിലപ്പോ. അറിയില്ല. പാഠങ്ങൾ വരുന്നത്. എനിവേ നമുക്ക് ഈ ബാക്ക് ടു നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ റോന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചർച്ചാ വിഷയം. റോന്ത് ഒരു നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഷാഹി കബീർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് കുറേ നല്ല സിനിമകൾ എന്നെ വിളിക്കുന്നത് പ്രവീണേട്ടനാണ്. നമ്മുടെ കിടുക്കിയാവ് മൂവിയുടെ. അതിലോട്ട് ഞാൻ വരാം. അതിൻ്റെ എഡിറ്ററാണ്. മനീഷ് ചേട്ടനൊക്കെയാണ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നത് പ്രവീണേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഷാഹിക്കയുടെ പടമുണ്ട്. വലിയ കഥാപാത്രമൊന്നുമല്ല, ചെറിയൊരു പരിപാടിയാണ് ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ചെറുത് വലുതൊന്നുമില്ല, ഇങ്ങനെ തന്നോ ഞാൻ വന്ന് ചെയ്യാം. അങ്ങനെയാണ് വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതിൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. കാരണം റോഷൻ ചേട്ടൻ്റെ കൂടെയും ദിലീഷ് ചേട്ടൻ്റെ കൂടെയും ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക, അതും ഷായിക്ക ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിൽ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അപ്പോൾ റോന്ത് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് മൊത്തത്തിൽ പിന്നെ റോഷന്റെ ക്യാരക്ടറിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മൊത്തത്തിൽ എന്താണ് റോന്ത്? റോന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നിങ്ങൾ പടം കാണുക. പടം കണ്ടാലേ അറിയാൻ പറ്റും. ഓ പിന്നെ ഞാൻ പറഞ്ഞതിന് രസം എന്നുള്ളത് പടം കാണണ്ടേ. പടം കണ്ടിട്ട് മനസ്സിലാക്കിക്കോ എന്നാ പറയുന്നത്. റോന്ത് ചുറ്റുക ഞാനിങ്ങനത്തെ ആലോചിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പിന്നെ റോന്ത് ചുറ്റുന്നതിനൊക്കെ പോലീസുകാർ റോന്ത് ചുറ്റാറുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ പൂവാലന്മാർ റോന്ത് ചുറ്റാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി. ഒരു ജേർണിയെ കുറിച്ചിട്ടായിരിക്കുമോ ഇനി? പിന്നെ ഷാഹി കബീർ ആയതുകൊണ്ട് ഷാഹി സർ ആയതുകൊണ്ട് ഒരു പോലീസ് യൂണിവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊന്നും ആയിരിക്കില്ല. ഇനി വേറെ എന്തെങ്കിലും ഒരു ക്രൈം ആക്ച്വലി രണ്ട് പോലീസുകാരുടെ സ്റ്റോറിയാണ്. അവരുടെ ഒരു ഡ്രാമയാണ് അത് മൊത്തം. അപ്പോൾ അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്ന് പോകുന്നതിൽ ഒരു കഥാപാത്രമാണ് ഞാൻ. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രെയിലർ ലോഞ്ചിന് പോയപ്പോഴാണ് നമ്മളെ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇത്രയും വലിയ കാസ്റ്റാണ് ഇത് എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ സെറ്റ്സിൽ. പിന്നെ ക്രൂവും ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ സ്റ്റോറിയും എനിക്കും വലിയ ഐഡിയ ഇല്ല. പടം കാണുമ്പോൾ പടം കണ്ടാലേ അറിയാൻ പറ്റുമോ? പോയാൻ പറ്റും. പിന്നെ ഇപ്പൊ റോന്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ റീല് ഷെയർ ചെയ്തിരുന്നല്ലോ റോഷൻ. അപ്പൊ അത് എല്ലാവരും ഷെയർ ചെയ്തു. ഇപ്പൊ ഷാഹിക്കാണെങ്കിലും ഷെയർ ചെയ്തു. അതുപോലെ റോഷനാണെങ്കിലും അതിൽ വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന അതായത് പിന്നെ റോഷനുണ്ട്, ഒരു ലവ് ട്രാക്ക് ഉണ്ടാവും അതിനകത്ത്. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യം അങ്ങനെയാണ്. പൈങ്കിളി പ്രേമാണെങ്കിൽ ഒരുമാതിരി പൂവാലന്മാരെ പോലെ റോന്ത് ചുറ്റാനാണെങ്കിൽ ഞാനില്ല. സീരീസ് ആണെങ്കിൽ ഞാനുണ്ട്. ഒളിച്ചോടുവോ ഇല്ലയോ എന്നുള്ളത് പടം കണ്ടിട്ട് അറിയാന്ന് പറയുന്നുണ്ട്. ശരിക്കും ആരാ ഒളിച്ചോടുന്നേ? അതല്ലേ ഞാൻ പറഞ്ഞു പടം കാണുമെങ്കിൽ പടം കണ്ടിട്ട് പറ. ആഹാ. ഈ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്താണ്? സീരിയസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താ പറയാനുള്ളത്? നല്ലതല്ലേ സീരിയസ് റിലേഷൻഷിപ്പ്. ഉം. സ്നേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ? സ്നേഹത്തിന്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ് പറയേണ്ടതല്ലല്ലോ, അത് ഫീൽ ചെയ്ത് അനുഭവിക്കേണ്ടതല്ലേ. ആണ്. അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല അതേക്കുറിച്ച്. ഇപ്പൊ ദിലീഷ് പോത്തൻ എന്ന് പറയുന്നത് നമുക്കറിയാം. പോത്തേട്ടൻസ് ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൊരു മോഡ് ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ദിലീഷ് ഏട്ടൻ്റെ ഫ്രെയിമിലായിരിക്കുമ്പോൾ കിട്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് മലയാള സിനിമയ്ക്ക്. അതുപോലെ തന്നെയാണ് ഷാഹിക്കയുടെ പോലീസ് യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നതും. അപ്പോൾ ഈ രണ്ട് മേക്കേഴ്സിനൊപ്പമുള്ള ആ ഒരു ഡേയ്സ് ആ ഷൂട്ടിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടോ? ഓ, അതെന്തൊക്കെയാണെന്ന് പറയോ? അവര് സെറ്റില് ഭയങ്കര ഫ്രീ ആയിരുന്നു എല്ലാവരും. പിന്നെ അവർ ഓരോ സീന് ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ സീൻ ഇൻ ദ സെൻസ് ഒരു സീൻ തന്നെ പല ടേക്ക് പോകുമ്പോഴും ഇംപ്രൂവൈസ് ചെയ്യും അല്ല രണ്ടാളും. റോഷൻ ചേട്ടനാണെങ്കിലും ദിലീഷ് ചേട്ടനാണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. ഞാൻ ഇത് ചെയ്താലോ, അപ്പം നീ അങ്ങനെ ചെയ്യും, ഓക്കെ, ആ ഒരു സംഭവം കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആക്ച്വലി ഒരു ആക്ടേഴ്സിൻ്റെ ഇടയിൽ കാണേണ്ടതും നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം. അപ്പം ഞാനത് അവരിന്ന് കാണുമ്പോൾ എനിക്കത് ഭയങ്കര അഡ്മിറേഷനാണ്. ഞാൻ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര അതായത് ഓൺ ലൊക്കേഷനിൽ
സിനിമ ഇങ്ങനെ സംഭവിക്കുകയാണല്ലേ? ആ ഒരു സീൻ ഇങ്ങനെ യാ സംഭവിക്കുകയാണ്. അപ്പൊ ഷായിക്കും പറയും അതിങ്ങനെ ചെയ്യാം അങ്ങനെ. ഭയങ്കര ഫ്രീ ആയിരുന്നു എല്ലാവരും സെറ്റില്. എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചേഞ്ചസ് ഡു യു ഫൈൻഡ് എനി ചേഞ്ചസ് സിനിമയില്? സിനിമയിലാ? എങ്ങനെ മനസ്സിലായില്ല? അതായത് ഇപ്പൊ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാം. ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടാകും. പിന്നെ അതേസമയം അന്ന് അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആണോ, ഒരു വൈബാണോ നമുക്കിപ്പോഴും? അല്ല അന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ല ഇന്ന് ഞാൻ ഫ്രെയിമിൽ ചെയ്യുമ്പോൾ അന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം എനിക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പെർഫോം ചെയ്യുന്നതും നമുക്ക് അപ്പോൾ ആ സമയത്ത് ആഹ്, എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോ സീനിനെയും അല്ലെങ്കിൽ ഓരോ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മളിങ്ങനെ മാറുമല്ലോ. അത് സമയം മാറും തോറും നമ്മളങ്ങനെ മാറും. മാ പിന്നെ ഈ ഇപ്പോൾ ഡാൻസിന്റെ കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു. അതിലും ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഞാൻ ഒന്നിനും ബ്രേക്ക് എടുത്തിട്ടില്ല. ആ അപ്പോൾ പിന്നെ ഇടയ്ക്ക് എന്താ റോഷൻ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സമയവും കണ്ടെത്തുന്നതാണ്. ആഹ്, ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ ഇരിക്കുന്ന ഒരാളല്ല. പക്ഷേ ഫോഴ്സ്ഫുള്ളി ഞാൻ ഇരിക്കേണ്ടി വരുന്നതാണ്. നീ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കണം. ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും അപ്പോൾ നീ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ തലയിൽ നിന്ന് ഓരോന്നും പറയുമ്പോൾ ഞാൻ ലൈക്ക് ഓ ഓക്കെ ഞാൻ നോക്കണം അല്ലേ. അതല്ലാതെ ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര എൻ്റെതായ രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും പറയുമ്പോഴാണ് ആണല്ലേ സോഷ്യൽ മീഡിയ നോക്കുന്നത് നമ്മളത് അങ്ങ് കോൺഷ്യസ് അല്ല. കോൺഷ്യസ് ആവണം എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും റോഷന്റെ ഒരു ഏരിയ എവിടെയാണ്? നമ്മൾ ഡാൻസ് ചെയ്യുവാണോ? അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുവാണോ? നമ്മൾ അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഷാർപ്പൺ യുവർ സ്കിൽസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണോ? ഈ മീ ടൈം അതാണോ? അല്ല അങ്ങനൊന്നുമില്ല. അപ്പം എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. ഫാമിലിയെക്കുറിച്ച് പറഞ്ഞാലോ? ഫാമിലി എങ്ങനെയാണ്? ആരൊക്കെയുണ്ട്? വീ ഫാമിലി ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ മൂന്നാമത്തെ ആളാണ്. പിന്നെ ഏറ്റവും എൽഡർ എൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരിയുടെ പേര് റിൻസി എന്നാണ്. പുള്ളിക്കാരത്തി ഖത്തറിൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. പിന്നെ എൻ്റെ താഴെ ഒരു ബ്രദറുണ്ട്. ഐ മീൻ ഇത്ത കഴിഞ്ഞ ബ്രദർ പുള്ളി പേര് റയീസ് എന്നാണ്. പുള്ളിയും ആക്ടറാണ്. പിന്നെ ഞാൻ, പിന്നെ താഴെ അനിയനുണ്ട്. എല്ലാവർക്കും സിനിമയാണ് താല്പര്യം. അപ്പോൾ ആ. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഫ്രറ്റേണിറ്റിയിൽ ആയിരിക്കാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് റോഷൻ എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ബീയിങ് വിത്ത് ദി ഫാമിലി, ഒരു ഫാമിലി മാൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡി4 ഡാൻസിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയം തൊട്ട് നമ്മൾ കാണുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികളാണെന്ന് പറയുന്ന പോലെ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഡി4 ഡാൻസിന്റെ ആ ഒരു ഡി3 എന്ന് പറഞ്ഞിട്ടുള്ള സീസൺ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായിട്ടുള്ള സീസൺ അത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. കുക്കുവും എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. അതെ. അപ്പോൾ ആ ഒരു ടൈം ഭയങ്കര ഓർത്തെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലിഫോ ഡാൻസാണ് എനിക്ക് എല്ലാം ആദ്യം തുറന്നു തന്നത്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്കൂളാണ് എനിക്ക് സ്പേസ് തന്നത്. ഞാൻ പഠിച്ച സ്കൂളുണ്ട് രാജ സ്കൂൾ എന്നാണ്. അവിടെ എനിക്ക് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് ഡാൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിൽ ഒരു മാനുവൽ ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ സ്പേസ് തരും പെർഫോം ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ച് ഓക്കെ നമുക്ക് ലിഫോ ഡാൻസിൽ പോയിക്കൂടാ. അപ്പോൾ അങ്ങനെ പോയി പിന്നെ കുക്ക എൻ്റെ ഭയങ്കര ക്ലോസ് ആണ്. കൂടെ ഞങ്ങൾ ട്രെയിൻ ചെയ്തതല്ല. പിന്നെ ഡിഫോ ഡാൻസിലോട്ട് വന്നു. ഡിഫോ ഡാൻസിലോട്ട് വന്നപ്പോൾ വലിയ എക്സ്പോഷർ നമ്മളൊന്നും കാണാത്തൊരു ലോകം. കുറേ ആൾക്കാർ, കുറേ ഡാൻസേഴ്സ്, പിന്നെ പ്രിയാജി ഇരിക്കുന്ന്, പ്രസന്ന അമാസൃത ഇരിക്കുന്ന്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ടി വിയിലും ഇതിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തീരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു എക്സ്പോഷറിലോട്ട് വന്ന് അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ലായിരുന്നു ഡാൻസേഴ്സായിട്ട്. മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും പല സ്ഥലത്തു നിന്നുള്ള പല കൾച്ചറുള്ള പല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു അവിടെ അത് വേറൊരു ഫ്രറ്റേണിറ്റിയാണ്. എഫേർട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഡാൻസും ഇതിൻ്റെ ഉപരി ഒരുപാട് നല്ല പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പോഴും കുറേ പേര് കോണ്ടാക്ട്സിലുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സംഭവം പറഞ്ഞാൽ അവിടുത്തെ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു സ്ട്രെസ് റിലീഫ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് റോഷനും ഫേളിയും കൂടെയുള്ള ഒരു വീഡിയോ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു കോമഡി സീൻ അതുപോലെ സീൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പോ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ അന്ന് നമ്മൾ കണ്ട പോലെ ചെയ്യുന്നുണ്ടോ അതൊക്കെ? ആ ടിവി ഷോസും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഇല്ലാത്ത പോലെ. ഇപ്പൊ D3 അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു സീസൺ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു സീസണെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത്. പിന്നെ തിങ്കളേ പൂത്തിങ്കളേ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അതൊക്കെ പിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോഷൻ എങ്ങനെയാ ടിവി പ്രോഗ്രാംസ് കാണാറുണ്ടോ? ഞാന് അങ്ങനെ ഇപ്പൊ അങ്ങനെ അല്ലാണ്ട് കാണലില്ല. ഇല്ല, കുറവാണ്. D3 ആയിട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ അല്ലെങ്കിൽ അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ പിന്നെ എങ്ങനെയുണ്ട്? ഇപ്പോഴും ഓൺ ആയിട്ട് പോകുന്നുണ്ടോ കണക്ഷൻസ്? എന്ന് വെച്ചാ ബാക്കിയുള്ളത് എല്ലാവരുമായിട്ടാണോ? ഓ, എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്. കുക്കു ആണെങ്കിലും റംസാൻ ആണെങ്കിലും പ്രണവാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ സെയിം ഏരിയ ആയതുകൊണ്ടേ കുറേ കാര്യങ്ങൾ പിന്നെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ക്രിഞ്ചാന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു തന്ത വൈബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം വരുന്നു. പഴയ പാട്ടുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റോഷന് പ്രത്യേകിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ട്രോൾസ് പറയുമ്പോഴത്തേക്കും പക്ഷെ അന്നത്തെ ആ ഒരു മൊമെന്റ്സ് നമ്മുടെ ഒരു ഹൈസ്കൂൾ മെമ്മറീസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാകും. പിന്നെ അതിൽ ഇപ്പോൾ നൂറിൻ്റെ ക്യാരക്ടർ ആ 100ൽ 60 കിട്ടുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഇല്ലേ? എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പ്രിയ പറയുന്നത് 95 മാർക്ക് കിട്ടിയിട്ടും വിഷമിക്കുന്ന അങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്ന സിനിമകൾ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സമയത്ത് ഹൈസ്കൂൾ റൊമാൻസ് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള ഒരു സിനിമ ഒരു റോം കോം കൈൻഡ് ഓഫ് സിനിമയായിരുന്നല്ലോ അഡാറിൽ വന്ന സിനിമ. അതേപോലെ ഈ റോം കോം സിനിമകൾ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ആ, ഉണ്ടോ? നമുക്കാണോ എനിക്കാണോ? റോഷന് റിലേറ്റ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആഹാ. ആ അപ്പൊ എന്ത് റെസ്റ്റോറന്റ്? ആ പിന്നെ എന്തോ നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ റോം കോം ഫിലിം. അപ്പൊ സിനിമകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ സിനിമ ഫോളോ ചെയ്യാണ്ടിരിക്കുക തീർച്ചയായിട്ടും ജോലിയല്ലേ. ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്? ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് ഇപ്പോൾ 2 ദിവസം മുന്നേ ചോട്ടാ മുംബൈ പോയി കണ്ട്. തിയേറ്ററിൽ ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ചോട്ടാ മുംബൈ കണ്ടോ? ചോട്ടാ മുംബൈ റീ റിലീസ് കണ്ടില്ല. റിലീസ് പോയി കാണാം. കാണണം. ശരിക്കും ഇപ്പോഴത്തെ ഒരു ഹാപ്പനിങ് പ്ലേസ് ചോട്ടാ മുംബൈ കാണണം. release കണ്ടത് അയ്യോ തിയേറ്ററൊക്കെ സീനായി. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് അങ്ങനെ കണ്ടത് എനിക്കൊന്ന് വിക്രം മൂവിയാണ് കണ്ടത് കവിത തിയേറ്ററിൽ പോയിട്ട്. സൂര്യൊക്കെ വരുമ്പോൾ ഭയങ്കരമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വേറെ ഏതോ സീനായിരുന്നു. പാട്ടൊക്കെ വരുമ്പോൾ അതെ അതെ അതെ. അല്ല അത്രയും നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ആളുകൾ. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും തിയേറ്റർ തന്നെ എൻജോയ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ആണ്. ഈ എൻജോയ്മെന്റിനപ്പുറത്തേക്ക് സിനിമകൾ ഷുഡ് കൺവേ സംതിങ് ടു ദ സൊസൈറ്റി അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും പാസ് ചെയ്യണം സിനിമകൾ അങ്ങനെ ആയിരിക്കണം എന്ന് ഉണ്ടോ? എന്താണ്? അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമ പറഞ്ഞാൽ ഓരോരുത്തരും കാഴ്ചപ്പാടാണ്. അപ്പോൾ എല്ലാ സിനിമകളും മെസ്സേജ് കൺവേ ചെയ്യണം എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം സിനിമ പറഞ്ഞാൽ ഓരോരുത്തരുടെ ലാംഗ്വേജാണ്. ഓരോരുത്തരും അവരുടെ മൈൻഡിലുള്ള ലാംഗ്വേജാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ സിനിമകളും മെസ്സേജായിട്ട് കാണണം എന്നുള്ളൊരു സെൻസിൽ ഞാൻ കാണാറില്ല. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇപ്പം മാർക്കോയ്ക്കൊക്കെ ശേഷം ഈ സിനിമകളിലെ വയലൻസും സിനിമകൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൂടി വരുന്നത് കൊണ്ട്. ഇപ്പോൾ റോഷൻ എന്താ അങ്ങനെ തോന്നുന്നത്? വല്ലാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം ആണോ സിനിമ? അപ്പോൾ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഡെഫിനറ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഭവമാണ്. സിനിമ എന്നുള്ള എല്ലാ ആർട്ട് ഫോംസും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. മാർക്കോ ആണെങ്കിലും അർജുൻ റെഡ്ഡി ആണെങ്കിലും ഇതൊക്കെ വയലൻസ് കാണിക്കുന്ന സിനിമകളാണ്. ആനിമൽ ആണെങ്കിലും. അപ്പോൾ ബേസിക് സംഭവം എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന മര്യാദ ഉണ്ട്. ഫൗണ്ടേഷൻ ഒരാളോട് എങ്ങനെ പെരുമാറുക എന്നുള്ള സംഭവം അത് വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. ഫൗണ്ടേഷൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഏത് സിനിമ കൊണ്ടകത്ത് ഇൻഫ്ലുവൻസ് ആവും എന്നുള്ളത്. കാരണം നമ്മൾ അടുത്തറിയണമല്ലോ. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം. പിന്നെ കാണുന്നതെല്ലാം അഡീഷണലി വരുന്ന കാര്യങ്ങളാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതെല്ലാം അഡീഷണലി വരികയാണ്. അപ്പോൾ നമ്മൾ മൈൻഡിൽ ഓട്ടോമാറ്റിക് ജഡ്ജ്മെൻറ്റിലൊക്കെ വരും. അതാണോ ഇതാണോ ശരി അതാണോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. ഇൻഫ്ലുവൻസ്ഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവും. പക്ഷേ
പക്ഷെ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ആവണമെന്ന് ഓരോരുത്തരാണ് പേഴ്സണലായിട്ട് തീരുമാനിക്കുന്നത്. അതിന്റെ ബേസിക് നമ്മൾ വളർന്നു വന്ന ആ ഒരു സാഹചര്യമേ എന്നുള്ളത്. റോഷനൊരു ഗോ ടു മൂവി അല്ലെങ്കിൽ ഗോ ടു സോങ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം ലൈഫിൽ ചിലപ്പോൾ. അപ്പോ നമ്മൾ പോയി കാണുന്ന സിനിമകൾ ചിലപ്പോൾ ലൈഫിൽ ആരും ഡിപ്രസ്ഡ് അല്ലാത്ത എല്ലാവരും ഡിപ്രസ്ഡ് അല്ലേ? എല്ലാവരും ഡിപ്രസ്ഡ് ആണ്. പക്ഷെ നമ്മളെല്ലാവരും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ മീഡിയംസ് തിരഞ്ഞെടുക്കാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോങ്സ് ആവാം ചിലർക്ക്, ചിലർക്ക് ഡാൻസ് ആവാം, മൂവി ആവാം, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തായിരിക്കും, എങ്ങനെയാണ് പിന്നെ റിക്കവർ ചെയ്യുന്നത്? അങ്ങനെ ഒന്നുമല്ല. അപ്പം എന്താ തോന്നുന്നത്, പടം കാണും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ പുറത്ത് പോകും എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംസാരിക്കും. ഇതൊക്കെ തന്നെ ചെയ്യാറ്. ചെയ്യാം. എല്ലാം ഉണ്ട്. ഇനി വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് പറഞ്ഞാലോ? ആഹ് ഞാൻ ഒരു കിടുക്കിക എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. ഇടുക്കിക. കിടുക്കിക സഞ്ജു സുരേന്ദ്രനാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് ഇപ്പോൾ ബൂസാൻ ഫിലിം ഫെസ്റ്റിവൽ സെലക്ട് ആയിട്ടുണ്ട് പ്രീമിയറിന്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. പിന്നെ സോണി ലിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫ്രീ ലവ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എസ്കേപ്പ് ആർട്ടിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ ഇതിൽ. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ വർഷം ഷൂട്ട് കഴിഞ്ഞതായി, ഈ വർഷം റൂന്നടക്കം ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നു. പിന്നെ എന്തെങ്കിലും കമ്മിറ്റഡ് വർക്ക്സ് ഉണ്ടോ ഇനി? ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പൊ അത് പറയാനായിട്ട് പറ്റില്ല അല്ലേ? എല്ലാവരും കഴിഞ്ഞിട്ട് പറയുന്നത് അതല്ല. ഓക്കെ, എന്തായാലും ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ, സിനിമകൾ ഒത്തിരി വരട്ടെ. ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ റോഷൻ എപ്പോഴും കാണാൻ പറ്റട്ടെ എന്നുള്ളതാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം, അത് ഞാൻ വിട്ടുപോയി. എന്താന്ന് വെച്ചാൽ റോഷൻ എങ്ങനെയാ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതെന്ന്. അതായത് ഡാർക്ക് ലവിൽ നമ്മൾ കാണുന്ന ആ ഒരു റോഷൻ വിത്ത് സെയിം ക്യൂട്ട്നെസ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റോഷനോട് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ റൂട്ടിനെ കുറിച്ച് ചോദിക്കാമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഭയങ്കര ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളാണ്. അതിന് എനിക്ക് എപ്പോഴും മഴയും ചീത്ത കേൾക്കാറുണ്ട്. പിന്നെ വെള്ളം കുടിക്കാറുണ്ട് നന്നായിട്ട്. വേറെ സ്കിൻ കെയർ റൂട്ടീനൊന്നും പറയല്ലേ. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ മാറ്റി വെച്ചൊരു ചോദ്യമുണ്ട്. അത് പ്രിയ വാര്യറായിട്ടുള്ള ബോണ്ടിനെ കുറിച്ചിട്ടാണ്. അതുകൂടെ ഒന്ന് പറയോ? നല്ല ഫ്രണ്ടാണ് പുള്ളിക്കാരത്തി. ഷീസ് എ റിയലി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് തുടരെ തുടരെ സ്ക്രീൻസിൽ റോഷന്റെ സിനിമകൾ കാണാനായിട്ട് പറ്റട്ടെ എന്ന് വിഷ് ചെയ്യണു. നല്ല പ്രോജക്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലെയുള്ള സിനിമകളല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വരട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ ലൈഫിൽ എന്ന് വിഷ് ചെയ്യണു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം.